ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വെട്ടിക്കോട് പൂയം തൊഴാൻ പോവാണേ. നാളെ ആയില്യമായിട്ട് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓർത്തെന്നാൽ പിന്നെ പൂയം പോയി തൊഴാമെന്ന് ഓർത്ത് അങ്ങനെ ഞാനും കല്യാണി അതുപോലെ അച്ഛനും ഞങ്ങൾ 3 പേരോടാണ് പോയത്. ഉണ്ണിക്കുട്ടിനെ ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ കൂടെ കൂട്ടാൻ പറ്റിയില്ല. ഒരാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം പുള്ളിക്കാരിക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഒരുക്കിയൊക്കെ കൊണ്ടുപോയാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലും പോയാൽ മതി. മീൻസ് പാർക്കിലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അമ്പലത്തിലെങ്കിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നല്ലപോലെ ഒരുക്കി സെറ്റാക്കി കൊണ്ടുപോയാലും പുള്ളിക്കാരത്തി ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ ഇതേ കണ്ടോ, വണ്ടി ഇഷ്ടം പോലെ അവിടെ പാർക്ക് ചെയ്യാൻ പോലും ഒട്ടും സ്ഥലമില്ലായിരുന്നു. നാളെ ആയില്യമാണ്, അപ്പോൾ അവിടെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൂയം തൊഴാൻ പോയത്. പക്ഷേ പൂയത്തിനാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വണ്ടികൾ, പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയിലായിരുന്നു പോയത്, അതുകൊണ്ട് അവിടെ സൈഡിൽ എവിടെ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോൾ കണ്ടോ, ഫുള്ള് ലൈറ്റിങ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുമായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. അമ്പലമാണ്, നമ്മളധികം അങ്ങനെ വീഡിയോസൊന്നും എടുക്കരുത്. ഒരുത്തിയാണെങ്കിൽ നമുക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഇറങ്ങിയിട്ട് കല്ലുണ്ടെന്നുകൊണ്ട് അങ്ങനെ അവളെൻ്റെ തൊള്ളറ്റുണ്ടെങ്കിൽ കയറി. അങ്ങനെ നമ്മൾ നാഗരാജാവിനെ നാഗേക്ഷിയമ്മയെ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ചെണ്ടമേളം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കാമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് പെട്ടെന്ന് അവരുടെ ചെണ്ടയുടെ സൗണ്ടൊക്കെ കുറച്ച് കളഞ്ഞു, നമ്മളെ പറ്റിച്ചു. അങ്ങനെ അവർ വീണ്ടും കൊട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അവിടെ ഇറങ്ങാനുള്ള സമയമായിരുന്നു. കാരണം ഉണ്ണിക്കുട്ടി ട്യൂഷൻ എടുത്തായിരുന്നു. അപ്പോൾ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ ട്യൂഷനിൽ പോയി വിളിക്കണം. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു തൊഴുത്തെടുത്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഇങ്ങോട്ട് വരുന്നവരേക്കും എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ.